ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു UVDV എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം 31 തീയതിയിലെ പത്രങ്ങളാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. 2024 ഇന്നത്തെ പത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സെങ്ങനെയാണോ, ഓരോ മലയാളിയുടെയും മനസ്സെങ്ങനെയാണോ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് എന്ന് തന്നെ പറയാം. ഒരുവിധം എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈൻ ഒരുപോലെ വന്നു എന്നുള്ളതാണ്. ഉള്ളുപൊട്ടി എന്നാണ് ദേശാഭിമാനിയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും ഒക്കെ അവരുടെ ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഉരുൾപൊട്ടലിനെ അത് എത്രത്തോളം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം താമസിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അവിടെ ഇല്ലാതായിപ്പോയ ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 135 മരണമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടുണ്ടാകും. ഞാൻ ഈ ന്യൂസ് ചാനലുകൾ വെച്ച് നോക്കുന്നത് ഒരു പരിധിവരെ കുറവാണ്. കാരണം ചില ന്യൂസ് ചാനലുകൾ ഇതിനെ കവർ ചെയ്യുന്നത് ആറന്മുള വള്ളംകളിയൊക്കെ കവർ ചെയ്യുന്നത് പോലെയാണ്. കൗണ്ട് ചെയ്ത് ഒരു ഫിൽറ്ററിങ് ഇല്ലാതെ വിവരങ്ങൾ കൈമാറുന്നു എന്നെനിക്ക് തോന്നി. അതായത് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, അവിടെ ഒരുപാട് ദുരന്ത കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ആ കാഴ്ചകളെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശം പോലും ഇല്ലാതെ എന്താണോ കൺമുന്നിൽ കാണുന്നത് അത് അതുപോലെ കാണിക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളാണിത് ആദ്യം എന്ന മത്സരത്തോടു കൂടിയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ 1-2 ചാനലുകൾ എനിക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഒരു ചാനൽ വല്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഒരു ലൈനിലേക്ക് അതിനെ കച്ചവടവൽക്കരിക്കുന്ന പോലെ. ഇത് ഓരോരുത്തരും നോക്കിക്കാണുന്നത് ഓരോ രീതിയിലാണ്. പക്ഷേ എനിക്ക് ഈ ചാനലുകളുടെ ഒരു ആംഗിളാണ് പറയുന്നത്. വളരെ കുറച്ച് ചാനലുകൾ മാത്രമാണ് വിവരം കൈമാറുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ളവർ ഇതിനെ ഒരു സെൻസേഷണൽ രീതിയിൽ ഇതിനെ കൂടുതൽ കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുന്ന പോലെ. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ന്യൂസ് ചാനലുകൾ വിവരം എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അടിസ്ഥാനപരമായി കാഴ്ചക്കാരുണ്ടെങ്കിൽ കാഴ്ചക്കാരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. ചില ചാനലുകളുടെ വേറൊരു ആംഗിളിൽ പറയാനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ മാക്സിമം അവിടുന്ന് ഫേസ്ബുക്ക് ലൈവ് പോവാം എന്ന് ചിന്തിക്കുന്ന ഒരു മലയാളിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് ചാനലുകൾ കാണുന്നത് കുറവാണ്. എങ്കിലും അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരും. നമ്മളും അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഷെയറിങ്ങിൻ്റെ ഇടയിൽ കണക്കുകൾ അറിയുന്നുണ്ട്. എനിവേ പത്രത്തിൽ കൊടുത്തിട്ടുള്ളത് 135 പേരാണ്. മാധ്യമം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഖ്യ വളരെ കുറവായിട്ടുള്ളത്. അത് അവരുടെ അത്രയും നേരത്തെ ആ എഡിഷൻ പ്രിൻ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ അതുപോലെ ദേശാഭിമാനി, മാധ്യമം, മനോരമ, മാതൃഭൂമി ഇത്രയുമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ അവരൊരു വലിയ ചിത്രമാണ്, ഹൊറിസോണ്ടലായിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ദുരന്ത കാഴ്ച അല്ലെങ്കിൽ ആ ഭീകര കാഴ്ച എത്രത്തോളമാണ് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഒരാളെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. ഒട്ടും പോസിബിൾ അല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്ന് ഒരാളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്, കയറിൽ കെട്ടിക്കൊണ്ടുവരുന്നത്, അതാണ് അവരവിടെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇത്തരമൊരു ദുരന്ത മുഖത്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ എന്ന് പറയുന്നത് ആ ഒരു കാഴ്ച പോലെ തോന്നി. എനിക്ക് ആ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിന് ഇത്രയും പ്രാധാന്യത്തോടു കൂടി മുന്നിൽ കൊടുത്തു എന്നുള്ളത്. ഫുൾ പേജിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി മരണസംഖ്യ ഇനിയും ഉയരും, കണ്ണീർ മല എന്നാണ് വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. കേരളത്തെ നടുക്കി വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 135 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായതിനാൽ മരണസംഖ്യ വൻതോതിൽ ഉയർന്നേക്കും. 100-ലേറെ പേർ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. മുണ്ടക്കയിലെ വാർത്തകൾ മാത്രമല്ല, നമ്മൾ ഏത് പത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രാദേശിക പേജിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്ത് വെള്ളം ഉയർന്നതുകൊണ്ട് വീട് വിട്ട് ക്യാമ്പിലേക്ക് മാറേണ്ട ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രകൃതി ദുരന്തം എന്നല്ല, അതിനൊരു ആക്രമണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് മാറി താമസിക്കേണ്ടി വന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലായിടത്തും നമ്മളിതിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം എന്ന് പറയുന്നത് മഴക്കെടുതികളുടെ കാലമായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മളിത് ഇത്രയും വലിയൊരു സ്കെയിലിൽ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഇത് ഇനി നമ്മൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ കാണുന്നു എന്നുള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സ്കെയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു 4-5 വർഷമായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്. ഈ കെടുതി അനുഭവിക്കുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുക, അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുക, കൊടുക്കുക എന്നൊക്കെയുള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർമാരുടെ, മലപ്പുറം ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് കാണിക്കാത്തത്. പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഉള്ള സാധന സാമഗ്രികൾ എത്തിക്കഴിഞ്ഞു. ഇനി ഫണ്ടാണ് അയക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ദൂർത്തടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ഓഡിറ്റിംഗ് ഉള്ള ഒരു ഫണ്ടാണത്. അവിടെ നിന്ന് ആർക്കും
അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണം എടുത്ത് ചിലവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം വ്യാജ പ്രചരണങ്ങൾ കാരണം ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു സഹായത്തിനെയാണ് നമ്മൾ വഴിതിരിച്ചു വിടുന്നത്. ഇതിനിടയ്ക്ക് പലയിടത്തും ട്രാക്കിൽ വെള്ളം കയറി ട്രെയിനുകൾ വൈകുകയുണ്ടായി, ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ള വാർത്തകളും ഇന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെ യാത്രകൾ, പ്രത്യേകിച്ച് എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ വിനോദയാത്രകൾ, പ്രത്യേകിച്ച് ദുരന്തമുണ്ടായ സ്ഥലത്ത് അവിടുത്തെ കാഴ്ചകൾ കാണാൻ എന്നോണമുള്ള യാത്രകൾ ഉണ്ടാവരുത്, അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതൊരു തരത്തിൽ ആ അപകടം പറ്റിയുള്ള ആളുകളെ കളിയാക്കുന്നത് പോലെയാണ്, ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി നിൽക്കുന്ന ആളുകളെ കളിയാക്കുന്നത് പോലെയാണ്. അതിനൊരു ടൂറിസം സാധ്യതയായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കണ്ട് രസിക്കാൻ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരുപാട് ഗതാഗത തടസ്സങ്ങളുണ്ടാകും, രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നമ്മൾ അതിൻ്റെ ഭാഗമാകാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ വിനോദയാത്ര കേന്ദ്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ നമ്മൾ മൂന്നാർ പോകുന്നു, ഇടുക്കി പോകുന്നു, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത്, ഇപ്പോൾ ഗവിയിലേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, ഈ മഴയുടെ ഈ കലിപ്പൊന്ന് അടങ്ങട്ടെ, എന്നിട്ട് ബാക്കി എന്നുള്ളതാണ്. കാരണം ഈ ദുരന്തങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാം, നമ്മളതിൻ്റെ ഭാഗമാകുന്നത് നമുക്ക് ഒഴിവാക്കാം. ആൻഡ് ദുരന്തബാധിതരെ പോയി കണ്ട് അതിനൊരു പ്രഹസനമായി മാറ്റിക്കൊണ്ടുള്ള സ്വയം ദുരന്തമാകലുകളും നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഈ സങ്കടകരമായ വാർത്തകൾക്കിടയിലും ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ 2ാം മെഡൽ, 2ാം വെങ്കലം എന്ന് പറയുന്ന ഒരു വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. അതൊരു ആശ്വാസമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ മനുഷ്യരിലാണ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഓർത്ത് സങ്കടവും ഇനി രക്ഷപ്പെടാനുള്ളവരിലേക്ക് രക്ഷപ്പെടുത്താനുള്ളവരുടെ കൈകളും എത്തിച്ചേരണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയാം. പിന്നെ എല്ലാ പത്രങ്ങളിലും ഈ ദുരന്തമുഖത്ത് നിന്നുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്, പലതും വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ പോലും ഞാനിത് എല്ലാവരും കാണണം എന്നേ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, ഇന്ന പ്രദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അപ്പോഴും വിചാരിക്കും, ഞാൻ എന്നും കാണുന്ന പുഴയല്ലേ, ഞാൻ എന്നും കാണുന്ന സ്ഥലമല്ലേ, ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്നേ, കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ കരുതുമ്പോഴാണ് ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. അപ്പോൾ മുൻകരുതലുകൾ ഉണ്ടാകുമ്പോൾ വരാനിരിക്കുന്നത് ഇത്രയും വലിയ കാര്യങ്ങളായേക്കാം എന്ന് പറയുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 4-5 വർഷത്തെ കാര്യം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോഴേക്കും ഒരുപാടാണ് സംഭവിക്കുന്നത്, ഒരുപാട് വലിയ സ്കെയിലാണ് അത് സംഭവിക്കുന്നത്. ഈ സമയത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൊക്കിക്കൊണ്ട് വരരുതെന്നൊക്കെ പറയുന്ന പോലത്തെ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം കുറച്ച് വിവരങ്ങൾ നമുക്ക് തന്നു, അതിനനുസരിച്ച് നടപടികൾ കൈക്കൊള്ളേണ്ടത് നമ്മളൊക്കെ തന്നെയായിരുന്നു. ഇനിയും അത് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നതിനെ വിമർശിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ പ്രകൃതി തിരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്നൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മളെല്ലാം ചിന്തിക്കണമല്ലോ. ഇന്ന് നമുക്ക് ഈ ഒരു ഇമോഷനുണ്ട്, ഇത്രയും ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതിൻ്റെ സങ്കടമുണ്ട്. അത് എത്ര ഭീകരമായിട്ടാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളുലയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണണം, ഈ മനസ്സ് മടുപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണണം, മനസ്സിലാക്കണം, മുൻകരുതലുകൾ എടുക്കണം. പിന്നെ പണം ദുരിതാശ്വാസ നിധി വഴി നൽകണം എന്ന് പറയുന്ന ഒരു കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൃദയം പൊട്ടിയ ദുരന്തങ്ങൾ 1977-നും 2023-നും ഇടയ്ക്ക് വിനാശം വിതച്ച 24ഓളം ഉരുൾപൊട്ടലുകളാണ് കേരളത്തിലുണ്ടായത്. 2013-ൽ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 5000-ലേറെ പേർ മരിച്ചതായാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തം. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്പൂരി ഉരുൾപൊട്ടൽ 2001-ലാണ് സംഭവിച്ചത്. പുത്തുമല ദുരന്തം 2019 ഓഗസ്റ്റ് 8. പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്താണ് ഇന്ന് ദുരന്തമുണ്ടായിരിക്കുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, വളരെ കുറച്ച് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കാണുകയും കുറേ കൂടി മുൻകരുതലുകൾ, ഇതൊക്കെ പറയുമ്പോഴും പ്രകൃതി വളരെ ഫാസ്റ്റായിട്ടാണ്, ആളുകൾക്കൊക്കെ ഒന്ന് എണീറ്റ് ഓടാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് റിയാക്ട് ചെയ്തത്. ആ പ്രദേശത്തിന് തന്നെ ഇത്തരം ഒരു ഭീഷണി സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. കവളപ്പാറ ദുരന്തം 2019, പെട്ടിമുടി ദുരന്തം 2020, കൂട്ടിക്കൽ ദുരന്തം 2021. വളരെ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകളൊക്കെ നോക്കൂ, 2019, 2020, 2021 കാലഘട്ടങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. ട്രോളിംഗ് നിരോധനം ഇന്നുകൊണ്ട് അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പത്രങ്ങളും അത് വാർത്തയാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു തൊഴിൽ മേഖലയാണ്, അങ്ങോട്ടേക്കും വരുമാനം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ പറയുന്ന ദുരന്തമുഖത്തേക്ക് സഹായങ്ങൾ എത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക്
അവരിലേക്ക് പണം എത്തണമല്ലോ, പണത്തിൻ്റെ ഒരു വിനിമയം അവിടെ നടക്കണമല്ലോ. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു വാർത്ത, അത് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളും ഞാനും ഒക്കെ 2 വീലർ ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ MITയിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടെങ്കിലും ഉണ്ടാവും. അതായത് ഗിയറുള്ള വണ്ടികൾക്ക് MIT എന്ന് പറയുന്ന 2 വീലറിൽ കൈകൊണ്ട് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പലരും ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത് വളയ്ക്കാൻ വളരെ കുറച്ച് സ്ഥലം മതി. അപ്പോൾ ആ ചുരുങ്ങിയ സ്ഥലത്ത് ഇതിനെ വളച്ചെടുക്കാമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് എട്ടെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി മുതൽ MIT ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാലിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന വാഹനങ്ങളാണ് ഓടിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ MIT വെച്ചുകൊണ്ടുള്ള അവസാനത്തെ പരീക്ഷ ജയിച്ചത് 51 പേരാണ് എന്നുള്ള ഒരു വാർത്ത ദേശാഭിമാനി അടക്കം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്ത അത് തിരുവനന്തപുരത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു യുവ ഡോക്ടർ, വനിതയാണ്. ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർഗണ്ണൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്ത് കുറേ നാൾ എങ്ങനെ എയർഗൺ ഉപയോഗിക്കാം എന്ന് പ്രാക്ടീസ് ചെയ്തത്, കുറേ നാളത്തെ പ്രാക്ടീസൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത ശേഷം അവരുടെ ഒരു മുൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവരുടെ ഭാര്യയെ വെടിവെച്ചു. ഡോക്ടറുടെ പേര് ഡോക്ടർ ദീപ്തിമോൾ എന്നാണ്. 37 വയസ്സാണ്. വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത. ഇവർ ഈ വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പ്ലാൻ ചെയ്ത് വന്നതാണല്ലോ. അപ്പോൾ വാഹനം വേറൊരാളുടെ വാഹനമായിരുന്നു, നമ്പർ പ്ലേറ്റ് വേറെയായിരുന്നു. എന്തായാലും അവരെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഫോളോ ചെയ്ത് പോലീസ് പിടികൂടുകയാണ് ഉണ്ടായത്. നമ്മൾ ഈ പറയുന്ന വെടിയേറ്റ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് മുൻപൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ തുടർന്നിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ നാൾ കാത്തിരുന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു വലിയ ആക്രമണം, അതും വെടിവെച്ച് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതും ജീവൻ രക്ഷിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കൽപ്പിച്ച് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലുള്ള ഒരാൾ, അയാളിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വളരെ ഭീകരമാണ്. മറ്റൊരു പ്രധാന വാർത്ത, അത് തിരുവനന്തപുരത്ത് ഈ മൊബൈൽ ഫോണിൽ സിനിമ ഷൂട്ട് ചെയ്യായിരുന്ന ആളെ പിടികൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് ഈ മെയിൻ റാക്കറ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്, പുള്ളിയെ ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ പറയണമെന്ന് തോന്നിയത്, ആ വാർത്ത വന്ന ദിവസം ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. അത് തിരുവനന്തപുരത്തെ ഏരീസ് പ്ലക്സിലെ ജീവനക്കാരെ കുറിച്ചാണ്. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് വിട്ടുകളയല്ല ചെയ്തത്. പലപ്പോഴും സംഭവിക്കുന്നത് തിയേറ്ററിനകത്ത് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ചിലർ പാട്ടായിരിക്കും പകർത്തുക, ചിലർ ഫുൾ സിനിമ. അത് ഞാനൊരു ബോളിവുഡ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തല്ലിപ്പൊളി പടമായിരുന്നു. പക്ഷേ ഇയാളിരുന്ന് ഈ വിഷ്വൽ മുഴുവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് ഓഫ് ചെയ്ത് നോക്കൂ, മാറ്റൂ, എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫോണിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമോ അങ്ങനെ എന്തോ ആണെന്ന്, ഒരു റാക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭീകരതയൊന്നും തോന്നിയില്ല. വളരെ സാധാരണ ഒരു ആളായിരുന്നു, ഒരു പയ്യൻസായിരുന്നു. അപ്പോൾ എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, അവർ ഞങ്ങൾ നോക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാമെന്നൊക്കെ, എല്ലാ തിയേറ്ററിലും നമ്മളിതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ അവർ നോക്കാനൊന്നും വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ രണ്ടാമത് ഈ ഇൻ്റർവെല്ല് കഴിഞ്ഞ് പടം തുടങ്ങി കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്. അയാളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫോണെ നിങ്ങളെയും കൂടി എടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും, അത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ആക്ഷൻ എടുത്തു. ആ ആക്ഷനാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പൈറസിയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇതുപോലത്തെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് തിയേറ്ററിൽ ഇരുന്ന ഒരാൾ എടുക്കുകയാണ്, അയാളുടെ അപ്പുറം ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു റോ ഒക്കെ ബുക്ക് ചെയ്തിട്ടിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, സീറ്റ് നമ്പർ വെച്ചിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം ഒരു പ്രശ്നത്തിനെതിരെ പ്രതികരിക്കാൻ ഒരു തിയേറ്ററും അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ഏരീസ് പ്ലക്സ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഇപ്പോൾ സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോൻ്റെ ഒരു ബുദ്ധിമുട്ട്, സബ് ടൈറ്റിലിൻ്റെ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് ആക്ഷൻ എടുക്കാറുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ആക്ഷൻ എടുത്തു എന്നുള്ളത് നമ്മളെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ തിയേറ്ററുകാരും, കാരണം ഒരു പ്രേക്ഷകൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നത് 120 അതിൽ കൂടുതലോ തുകയാണ്. അങ്ങനെ ഒരു എമൗണ്ട് വാങ്ങുന്ന ആളുകൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഒരു സിനിമാക്കാരൻ എന്ത് സിനിമയാണോ, ഏത് ആസ്പെക്ട് റേഷ്യോയിലാണോ, എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തരാൻ തിയേറ്ററുകാർ ബാധ്യസ്ഥരാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഉള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അതും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു ആളെ പിടികൂടി എന്ന് പറയുമ്പോൾ അതിൽ ആ തിയേറ്ററുകാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഉൾപ്പെടെ 5 സിനിമകളാണ് ഇയാൾ കൈമാറിയതെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ മാധ്യമത്തിലേക്ക് വരുമ്പോൾ മണ്ണേ മടങ്ങുക എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ് അവർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ ഒരു ഫോട്ടോ ആയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയ ഒന്നാണ്. ഇങ്ങനൊരു മനോഹരമായ ചിരിച്ച ഫോട്ടോയും
ഇങ്ങനെ എത്ര ചിരികളുണ്ടല്ലേ, എത്ര എത്ര മനോഹരമായിട്ടുള്ള ചിരികളുണ്ടായിരുന്നു, എത്ര ആഘോഷങ്ങൾ വരാനിരിക്കുകയായിരുന്നു. അതെല്ലാമാണ് ഒരൊറ്റ രാത്രി വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് അല്ലേ. കാഴ്ച കാണാൻ വയനാട്ടിലേക്ക് പോകേണ്ട മുഖ്യമന്ത്രി, മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാറിയ സാഹചര്യത്തിൽ ദുരന്ത സാധ്യത മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ഓരോരുത്തരും സന്നദ്ധരാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്ത മേഖലയിൽ കാഴ്ച കാണാൻ ആളുകൾ എത്തുന്നത് ഒഴിവാക്കണം. അനാവശ്യ വാഹനങ്ങൾ വരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കും. 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് മേഖലയിൽ പെയ്തത്. അടുത്ത 5 ദിവസം മഴ തുടരും. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഭീതി പടർത്താതെ അവധാനതയോടെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ മാതൃകാപരമായി പ്രവർത്തിച്ചത് എടുത്തു പറയുന്നു. 2 ദിവസത്തെ ദുഃഖാചരണം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പം ഇതും ഭയങ്കര വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അയാളുടെ കയ്യിലിരിക്കുന്ന, അയാൾ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞ് എന്ന രീതിയിൽ ആദ്യം കണ്ടപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ വായിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. ഈ ചിത്രം ഉണ്ടല്ലോ, ഇതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അവിടെ ഓരോ ആളുകളും എങ്ങനെയാണ് ചങ്ക് പറിച്ച് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നതെന്നുള്ളതിൻ്റെ ഒരു അവർ അണ്ടർവെയറാണ് ഇട്ടിരിക്കുന്നത്. കാരണം അവരുടെ മുണ്ടിൽ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ വാരിയെടുത്ത് കിട്ടുന്ന ഓരോന്നും, ഇതിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഓരോന്നും കൃത്യമായി കളക്ട് ചെയ്യുന്നതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര പേര് ഇപ്പോൾ കണക്കിൽ ഇത്രയും പറയുന്നുണ്ട്. കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെക്കുറിച്ച് നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ എത്രയോ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് നിൽക്കുന്നു. പലർക്കും എത്ര പേരുണ്ട്, എവിടെയാണ് താമസിക്കുന്നതെന്ന് ഐഡിയ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അവിടെ എത്ര പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് പലതിനും ഊഹക്കണക്കുകളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കണക്കുണ്ടാകുന്നത് കാണാതായവരാണോ, അവരെ ഇനി കാത്തിരിക്കണമോ ചില ആളുകളെ എന്ന് പോലും ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഓരോന്നും. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടി അവനവൻ്റെ ഉടുമുണ്ടഴിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഇത് ഓരോന്നും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രവർത്തനമാണ്. അങ്ങനെ ഇറങ്ങിയ ഒരുപാട് യുവാക്കളുടെ ചിത്രങ്ങളാണ് മനുഷ്യരുടെ ചിത്രങ്ങളാണ് ഈ പത്രത്താളുകളിലൊക്കെ ഉള്ളത്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം, രാത്രി യാത്രയും നിരോധിച്ചു. ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സഞ്ചാരി ഉൾപ്പെടെയുള്ള എല്ലാ ജനവിനോദങ്ങളും, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങും നിർത്തിവെക്കണം. ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ ജില്ലയുടെ മലയോര മേഖലയിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കനത്ത മഴ, ഗവി യാത്രയ്ക്ക് നിരോധനം, അടവിയിൽ ഇന്ന് പ്രവേശനമില്ല. ബേസിക്കലി ഇത്രയാണ്. നിങ്ങൾക്ക് അവധി കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പം സ്കൂൾ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി തരുന്നത്, അത് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്, സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീടല്ല സേഫ്റ്റി എങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. അവിടെ നമ്മൾ മനോരമയിലേക്ക് വരുമ്പോഴും ഇല്ലാതായിപ്പോയൊരു സ്ഥലവും അവിടെ ഉണ്ടായിരുന്നതൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ചെറിയ ചിത്രത്തിൽ അവിടെ എന്തായിരുന്നു എന്നുള്ളത്. ഇന്നലെ ഞങ്ങൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അന്വേഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇത് എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇങ്ങനെ ആയി തീർന്നത്? അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുക. ആ ഭീകരത മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് പേജാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. അവിടെ കൺമുന്നിൽ നിന്ന് ഒലിച്ചു പോയ ആളുകളും എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയ ആളുകളും, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. തമിഴ്നാടിൻ്റെ 5 കോടി സഹായം, അതെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട്. ഗാഡ്ഗിൽ അന്നേ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ചെറിയ കോളം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ലെന്ന് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയത് 2019. ഇന്നലെ ചൂരൽമലയിൽ പലരും ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഓർത്തു. 5 വർഷം മുമ്പ് 2019 ഓഗസ്റ്റ് 8 പുത്തുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിലാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് 4-5 വർഷം മതിയാകുമെന്നും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് വേണമെങ്കിൽ ഇന്നലെ മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്, ഇത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പോസ്റ്റ് ഈ സമയത്ത് വരുന്നത് എന്ന് പോലും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഗാഡ്ഗിലിനെ പൊക്കി പിടിച്ച് ആരും വരേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ പോലെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റിലുണ്ട് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം ഗാഡ്ഗിൽ റിപ്പോർട്ടല്ല. അവിടുന്ന് ഇനിയും ജീവനോട് അവശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും, നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് അവരുടെ കൈ പിടിച്ച് കയറി വന്ന ആളുകൾക്ക് ദുരിതാശ്വാസം എത്തിക്കുക, അവരെ സഹായിക്കുക, അവരുടെ ഒരു ജീവിതത്തിൻ്റെ പുനർനിർമ്മാണത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജാണ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പോസ്റ്റുകൾ എനിക്ക്
വളരെ ദുരൂഹമായിട്ടാണ് സത്യത്തിൽ തോന്നുന്നത്. ആരുടെയൊക്കെയോ കുറ്റങ്ങൾ മറച്ചു പിടിക്കാനും ആരെയൊക്കെയോ രക്ഷിക്കാനും വേണ്ടി മാത്രം പറയുന്ന വാദങ്ങൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനടുത്ത് പാറയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പാറ പൊട്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗാർഡിൽ റിപ്പോർട്ട് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പാറ പൊട്ടിക്കൽ മാത്രമല്ല പരിസ്ഥിതി ലോല പ്രദേശത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. അവിടെയുള്ള പ്ലാന്റേഷനുകളും ഒക്കെ നമ്മൾ അവിടെ എന്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, ആ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ വന്നാൽ അല്ലെങ്കിൽ ഒരുപാട് മഴ പെയ്തു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണോ എന്നൊക്കെയുള്ള കൃത്യമായ അന്വേഷണങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഈ സമയത്ത് അതിപ്പോഴേ പറയരുതെന്ന് മുൻകൂട്ടി ലോക്ക് ചെയ്ത് വെക്കുന്ന അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിതിനെ വളരെ ഇമോഷണലിയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു ഫീലാണ് എൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഇതിനെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അത് ഒരിക്കലും അവിടെ താമസിച്ചിരുന്ന ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കുറ്റപ്പെടുത്തില്ലല്ല. പലരും പറയുന്നത് അവർ പിന്നെ എവിടെ പോയി താമസിക്കണം, അവരെ കുറ്റം പറയുന്നത് എന്തിനാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരല്ല കുറ്റം പറയുന്നത്. എപ്പോഴും ഇത്തരം ദുരന്തങ്ങൾക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഈ ദുരന്തങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ള ആളുകളായിരിക്കില്ല. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണക്കാരായവർ ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ജീവൻ വെടിയേണ്ടി വരുന്നത്. തിരുവനന്തപുരത്ത് ആമേഴഞ്ചൻ തോട്ടിൽ വീണ് കൊല്ലപ്പെട്ട ജോയ് അല്ല അവിടെ കൊണ്ട് ആ വേസ്റ്റ് ഇട്ടത്. ജോയിയുടെ മൃതദേഹം തപ്പിയെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും രൂക്ഷമായ അവസ്ഥയിൽ അവിടെ മാലിന്യ പ്രശ്നം ഭീകരമായി ബാധിക്കുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അവിടെ ഇനി അടുത്ത എന്തെങ്കിലും ഒരിക്കൽ ഒരാളും കൂടി വീണ് അയാളും കൂടി മരിക്കുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുക. അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ജോയിനെയും അല്ല നമ്മൾ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ജോയ് വേറെ എവിടെയോ താമസിക്കുകയായിരുന്നു. ആ പാവത്തിന് ആ തോട്ടിലേക്ക് ഇത്രയും മാലിന്യം തള്ളാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ കാരണമായിട്ടുള്ള ആളുകൾ വളരെ സുഖമായി ജീവിക്കുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് ഇതിന് ഇരയാക്കപ്പെടേണ്ടി വരുന്നത്. ഇന്ന് ഈ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഇന്ന് മരിച്ചവരെക്കുറിച്ചോ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രദേശത്തെ അത്രയും കൂടുതൽ ലോലമാക്കി തീർത്ത പ്രവർത്തികൾക്ക് കാരണമായിട്ടുള്ള ആളുകളെയാണ്. അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കഴിഞ്ഞു പോകുന്ന 10-50 വർഷത്തെ കണക്കെടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത്. അതൊക്കെ ഇപ്പോഴേ പാടില്ല എന്ന് പറയുന്ന എനിക്കതൊരു പെയ്ഡ് ക്യാമ്പയിൻ പോലെയാണ് ഫീൽ ചെയ്തത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കാണുന്നത് ദ ക്യൂ ഒഫീഷ്യൽ അവരുടെ പേജിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. ഒറ്റയ്ക്കും കൂട്ടായും നടത്തുന്ന പണപ്പിരിവ് ഒഴിവാക്കണം. സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഒറ്റയ്ക്കും കൂട്ടായും പല സ്ഥലങ്ങളിലായി നടക്കുന്ന പണപ്പിരിവും വസ്തുക്കളുടെ ശേഖരണവും നിർത്തിവെക്കണം. ഈ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടുന്നതല്ല. അതിൽ നിന്ന് പിന്മാറണം. ശേഖരിച്ച വസ്തുക്കൾ അതത് ജില്ലകളിലെ കളക്ട്രേറ്റുകളിലേക്ക് കൈമാറണം. ഇതും കൊണ്ട് പോകാം, ഒരു വണ്ടിയായിട്ട് പോകാം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, ഞാൻ പോലും അറിയാതെ പല ഗ്രൂപ്പുകളിൽ ഞാനിപ്പോൾ മെമ്പറായിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് കാണുന്നുണ്ടായിരുന്നു. വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും അവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അവ കൃത്യമായി എത്തുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഫണ്ട് പിരിവ്, അതിൽ പണം എന്ന് പറയുന്ന ഒരു ഘടകം വരുമ്പോൾ നമ്മളൊക്കെ ഇത് നല്ല മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത്, ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് പോലും ഇതിനെ മുതലെടുക്കുന്ന ഈ സമയത്ത് പോലും ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണുന്ന ആളുകളുണ്ട്. കേരള ഗവൺമെൻറ്റുകളുടെ ഒരു ഫൈറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏൽപ്പിച്ചതിൻ്റെ ആഘാതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറേ ആളുകൾ, ഇതര സംസ്ഥാനത്ത് നിന്നുള്ള കുറേ ആളുകൾ ക്യാമ്പയിനുമായിട്ട് വരുന്നുണ്ട്. ആ കമൻറ്റ് ബോക്സുകളിലൊക്കെ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഇടിച്ച് അപകടമുണ്ടായത് എന്ന് പറയുന്ന പോലത്തെ ഊള കമൻറ്റുകൾ ഇടരുത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രയോറിറ്റി അത്തരം ചീപ്പ് ഫൈറ്റുകളിൽ ചെന്ന് പെടുക എന്നുള്ളതല്ല. മാത്രമല്ല ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടും പല ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പിന്നെ ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളിലേക്ക് അനാവശ്യമായി നമ്മുടെ പണം ചെന്നെത്തപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും ഇത്തരം ഫണ്ട് കൈമാറ്റവും മറ്റും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെയ്യുന്നതാണ്, നേരിട്ട് നടത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാനും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. റൂം ഫോർ ദ റിവർ നിലയില്ലാ കയത്തിൽ എന്നൊരു റിപ്പോർട്ട് മനോരമയിലുണ്ട്. ഡച്ച് സന്ദർശനത്തിന് ചിലവായത് 21 ലക്ഷം. പ്രളയവും വെള്ളപ്പൊക്കവും തടയാൻ ഡച്ച് മാതൃകയിൽ കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച റൂം ഫോർ ദ റിവർ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. തുടക്കമിട്ട് 4 വർഷമായിട്ടും ഹൈഡ്രോ ഡൈനാമിക് പഠനം സംബന്ധിച്ച ചെന്നൈ IIT റിപ്പോർട്ട് സമർപ്പിച്ചതല്ലാതെ തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ജലവിഭവ വകുപ്പിനാണ് പദ്ധതി ചുമതല.
ജലമൊഴുക്കാൻ തോടുകളും കനാലുകളും നിർമ്മിക്കുന്നതിന് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടെ സർവേ നടത്താനാണ് ഇപ്പോൾ ആലോചന. സർവേക്ക് തന്നെ 1 കൊല്ലം വേണ്ടിവരും. പിന്നീടാണ് ഭൂമി ഏറ്റെടുത്ത് കനാലും തോടും നിർമ്മിക്കേണ്ടത്. പദ്ധതി യാഥാർത്ഥ്യമാകാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നർത്ഥം. ചെന്നൈ IIT സമർപ്പിച്ച ശുപാർശകൾ പലതും പ്രായോഗികമല്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. 2018 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘവും 2019 മെയ്യിൽ നെതർലാൻഡ്സ് സന്ദർശിച്ചതിന്റെ തുടർച്ചയായിരുന്നു പ്രഖ്യാപനം. 20.85 ലക്ഷം രൂപ സന്ദർശനത്തിന് ചിലവായി. ജനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കി ജലം ഒഴുക്കിക്കളഞ്ഞ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന പദ്ധതിയാണ് റൂം ഫോർ ദ റിവർ. 95 പ്രളയത്തിന് ശേഷം നെതർലാൻഡ്സ് സർക്കാരാണ് പദ്ധതി വിജയകരമായി ആവിഷ്കരിച്ചത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള പഠനങ്ങൾക്കൊക്കെ പോകുമ്പോൾ മന്ത്രിമാർ ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കി വരാൻ ചിലപ്പോൾ ഒരു 4-5 വർഷം എടുക്കും. അവർ ചിലപ്പോൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ മന്ത്രി അല്ലാതാവുന്ന ആളുകളാണ്. അപ്പോൾ അവരിത് കൂടെ പോയി പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ള ആളുകൾ അത് കൂടുതൽ നന്നായി പഠിച്ചതിന് ശേഷം ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി മാറി വരുന്ന മന്ത്രിസഭകളാണെങ്കിലും അവർക്ക് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി മതിയല്ലോ. ഇനി അതല്ല, മുഖ്യമന്ത്രി മാറി മറ്റൊരാൾ മുഖ്യമന്ത്രിയായി എന്ന് വിചാരിക്കും, അയാൾക്കും ഈ ഡച്ച് മാതൃക നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഒരു 21 ലക്ഷം രൂപയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രിമാർ ഒഴിവാകുന്നത്, അതിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ സ്വീകരിക്കുന്ന, ഞാൻ ഈ പറയുന്നതിനെ സ്വീകരിക്കുന്ന, മുഖ്യമന്ത്രിയെ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഏതൊരു മന്ത്രിയും അൺലെസ് അവർ ഇത് പഠിക്കാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസോ അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു മേഖലയിൽ ജോലി ചെയ്തിട്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏത് നിമിഷവും മാറി വരാവുന്ന മന്ത്രിമാർ 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ എടുക്കുന്ന ഒരു പദ്ധതി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇതിനിടയ്ക്ക് ഗൂഗിൾ മാപ്പ് പറ്റിച്ചു, കാർ മൂവാറ്റുപുഴയിൽ എന്നൊരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് തൊടുപുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴയാറിലെ ത്രിവേണി സംഗമത്തിലെ കിഴക്കേക്കര കടവിൽ പുഴയിലേക്ക് കാർ ഇറക്കുകയായിരുന്നു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന് പുഴ കര കവിഞ്ഞ് റോഡിന് സമാന്തരമായി കിടക്കുകയായിരുന്നു. ഈ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഇവർ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത്. മാപ്പ് പ്രകാരം നേരെ പോകാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളമുണ്ട്. ഇപ്പം മഴ പെയ്ത് ഓൾറെഡി വെള്ളക്കെട്ടാണല്ലോ പലയിടങ്ങളിലും. ഇപ്പോൾ നമ്മളൊരു ഊഹം വെച്ചല്ലേ പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഓൾറെഡി പറയുകയും ചെയ്തു. അത് വിശ്വസിച്ച് ഡ്രൈവർ വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കി. പക്ഷേ വെള്ളം കയറി എൻജിൻ ഓഫായി കഴിഞ്ഞപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലായി പണി പാളി. പുള്ളി വണ്ടി ഓഫ് ചെയ്ത് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അറിയിച്ചു. മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നി രക്ഷാ സേനയെത്തി കയർ ഉപയോഗിച്ച് കാർ ഉയർത്തി കരയിലേക്ക് കയറ്റി. നമ്മളും ഈ പറയുന്ന ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പൊക്കെ സഞ്ചരിച്ചിട്ടുള്ളൊരു വഴിയായിരിക്കും. ഇന്നിപ്പോൾ ഒരു അത്യാവശ്യത്തിന് ആ വഴി പോയപ്പോൾ അവിടെ വെള്ളക്കെട്ടാണ്. ഇവിടെ റോഡുണ്ടായിരുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ റോഡിൻ്റെ ബാക്കി കാണാം. പക്ഷേ ഇടയ്ക്കാണ് ഈ വെള്ളക്കെട്ടുള്ളത്. ഇത് നമ്മൾ നേരെ പോയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഈ അഗാധമായൊരു കുഴി തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നകരമായൊരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ ഉറപ്പില്ലാത്ത വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ കഴിഞ്ഞിടയ്ക്ക് ന്യൂസിൽ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ലേഡി സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ അവരോട് ആ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, അവർ പറയുന്നുണ്ട് അങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോകണ്ട, വെള്ളം വല്ലാണ്ട് പൊങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല. ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ടതായിരിക്കും, അവരുടെ അത്യാവശ്യങ്ങളുണ്ടാകും. അപ്പോൾ എങ്ങനെയെങ്കിലും അക്കരെ പൊക്കോളും എന്നുള്ളൊരു ഊഹത്തിൽ ചിലപ്പോൾ ഓടിച്ചങ്ങ് പോകുമല്ലോ. പിന്നെ നമുക്കൊരു ധാരണയുണ്ട്, ഈ വണ്ടി ഓഫാക്കിയിട്ടില്ലെങ്കിൽ വെള്ളക്കെട്ടിലാണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്തായാലും അവർ വണ്ടി മുന്നോട്ടെടുത്തു. വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പം അങ്ങനെ എന്തോ കൊണ്ട് വണ്ടി ഓഫായി പോയി പകുതിക്ക് വെച്ച്. അവസാനം നാട്ടുകാർ ചെന്നത് തിരിച്ച് വലിച്ചുകൊണ്ട് വരേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പരിസരവാസികൾ പറയുന്നത് കേൾക്കുക. പരിചയമില്ലാത്ത റോഡുകളാണെങ്കിൽ, വെള്ളക്കെട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് പരിചയമുള്ള ആൾക്കാർ പോവുകയാണെങ്കിൽ അവരുടെ കൂടെ പോവുക എന്നൊക്കെ പോലെയുള്ള രീതിയിൽ പോകുന്നതാണ് നല്ലത്. പരമാവധി ഇത്തരം യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു മുന്നറിയിപ്പിന് പറ്റിയൊരു ഉദാഹരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വായിച്ചത്. സോ അത്രയാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. സേഫായിട്ടിരിക്കുക. സേഫ് ആക്കപ്പെട്ട ആളുകളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ ആവശ്യമായ സഹായങ്ങൾ, നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.